അഗ്നികണ്ഠാകൻ. മഹിഷാസുരവധത്തിന് ശേഷം മഹിഷാസുരന്റെ പത്നി ശിവനെ തപസ് ചെയ്യുകയും ശിവൻ പാർവതിയുടെ നിർബന്ധത്താൽ മനോദരിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കൂടുതൽ സമയം മനോദരിക്ക് മുന്നിൽ ചിലവഴിച്ചാൽ അത് പിന്നീട് പല ദുർഗതിക്കും കാരണമാകുമെന്ന് കരുതി ശിവൻ അല്പസമയം മാത്രം അവിടെ നിന്നു. അങ്ങനെ ശിവൻ തൻ്റെ വിയർപ്പ് തുള്ളികൾ മനോദരിക്ക് നൽകുകയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. തനിക്ക് കിട്ടിയ വിയർപ്പ് തുള്ളികൾ ഒന്ന് പരീക്ഷിക്കണമെന്ന് കരുതി മനോദരി നിൽക്കുമ്പോൾ മഹിഷാസുരവധം കഴിഞ്ഞ് വിജയശ്രീലാളിതയായി കാളി വരുന്നതാണ് മനോദരി കാണുന്നത്. തൻ്റെ പതിയെ വധിച്ച ഭദ്രകാളിയോടുള്ള ദേഷ്യത്തിൽ ശിവൻ നൽകിയ വിയർപ്പ് തുള്ളികൾ ഭദ്രകാളിക്ക് നേരെ വർഷിച്ചു. വിയർപ്പ് തുള്ളികൾ ദേഹത്ത് വീണ കാളിക്ക് വസൂരി കുരിപ്പുകൾ ഉണ്ടായി. ഭദ്രകാളി ക്ഷീണിച്ചു വീണു. ഇതറിഞ്ഞ ശിവൻ കോപം കൊണ്ട് ജനിച്ചു. രൗദ്രഭാവത്തിൽ ശിവന്റെ കണ്ഠത്തിൽ പിറന്ന് കർണത്തിലൂടെ പുറത്തു വന്ന തേജോരൂപനാം ഖണ്ഡാകർണൻ നേരെ ഭദ്രകാളിയുടെ അടുത്ത് ചെന്ന് ഭദ്രകാളിയെ നക്കിത്തുടച്ചുകൊണ്ട് വസൂരി മാറ്റുകയും ചെയ്തു. കണ്ടാൽ അരിപ്പവർക്ക് ധൂമവും ധൂളിർപ്പവും ഒന്നുമില്ലാതെ താനെങ്ങനെ ഭൂമിയിലേക്ക് പോകും നല്ലച്ച എന്ന് ചോദിച്ചപ്പോൾ കനകപ്പൊടിയും കുരുമുളക് പൊടിയും കൊടുത്തു. ഇതിൽ തൃപ്തമാകാത്ത ഖണ്ഡാകർണൻ വായിൽ അഗ്നിയും തലയിൽ നെരിപ്പോടും 2000 കൈകളും 3000 കോടി രോമദ്വാരവും ഇടത്തെ കൈയിൽ പന്തവും മണിയും വലത്തെ കൈയിൽ ചൂട്ടും ചൂരക്കോലും തിരുനീരും പൊക്കണവും അരയിൽ 16 പന്തവും 101 കോത്തിരിയും സപ്തമാതക്കളയും 1001 കുരിപ്പുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവനാണ് സാക്ഷാൽ അഗ്നികണ്ഠാകർണൻ ദൈവം. എന്നാൽ എന്റെ ആലമമായിരിക്കുന്ന അഗ്നിവായി കയ്യാക്കിട്ട് അഗ്നി കണ്ടാറുണ്ട്. എന്റെ ആലമമായിരിക്കുന്ന അഗ്നിവായി കയ്യാക്കിട്ട് അഗ്നി കണ്ടാറുണ്ട്. എന്റെ ആലമമായിരിക്കുന്ന അഗ്നിവായി കയ്യാക്കിട്ട് അഗ്നി കണ്ടാറുണ്ട്.